നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് ആണ്. ന്യൂറൽ നെറ്റ്വർക്സിലെ ഒരു ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ് തന്നെയാണ് ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്കിലാണ് യൂസ് ചെയ്യുന്നത്. ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോരിതം യൂസ് ചെയ്താണ് ഇതിലെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്കിൽ 3 ലെയേഴ്സ് ആണ് ഉള്ളത്. ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. ഇവിടെ ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്കിൽ ഔട്ട്പുട്ട് ലെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടും ടാർഗറ്റ് ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് കിട്ടുന്ന എറർ നമ്മൾ ഹിഡൻ യൂണിറ്റിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു സിഗ്നൽ ബാക്കിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ നെറ്റ്വർക്കിനെ ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ജനറലൈസേഷൻ ആണ്. ഒരു അൺസീൻ ഡേറ്റ കിട്ടിയാലും നമ്മുടെ നെറ്റ്വർക്ക് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം. അൺസീൻ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിങ്ങിന് യൂസ് ചെയ്യാത്ത ഡേറ്റയാണ്. മറ്റ് നെറ്റ്വർക്കുമായിട്ടുള്ള ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇവിടെ ഹിഡൻ ലെയറിൽ നമുക്ക് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഹിഡൻ ലെയറിന് എറർ ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്താണ് എറർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ലെയറിന്റെ എറർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ലെയർ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടും ടാർഗറ്റ് ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്കിൽ 3 സ്റ്റേജസിലായിട്ടാണ് നമ്മുടെ ട്രെയിനിങ് നടക്കുന്നത്. ഫസ്റ്റ് വൺ ഫീഡ് ഫോർവേഡ്. ഫീഡ് ഫോർവേഡിലാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ലെയറിന് നമ്മുടെ ഇൻപുട്ട് പാറ്റേൺ കൊടുക്കും. അത് ഇൻപുട്ട് ലെയറിലുള്ള ഓരോ ന്യൂറോണും നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഈ കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മുടെ ഹിഡൻ ലെയേഴ്സിന് കൊടുക്കും. ഹിഡൻ ലെയേഴ്സും ഇതിന്റെ വെയിറ്റഡ് സം എടുക്കും. വെയിറ്റഡ് സം എന്ന് പറയുന്നത് നെറ്റ് ഇൻപുട്ട് ആണ്. നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹിഡൻ ലെയറിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ട് നമ്മൾ ഔട്ട്പുട്ട് ലെയറിന് കൊടുക്കും. ഔട്ട്പുട്ട് ലെയറും സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. നെറ്റ് ഇൻപുട്ട് എടുക്കും, എന്നിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഈ കിട്ടിയ ഔട്ട്പുട്ട് നമ്മുടെ ടാർഗറ്റ് ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യും. എറർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് ഹിഡൻ ലെയേഴ്സിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനെ 3 സ്റ്റേജസിലായിട്ടാണ് ട്രെയിനിങ് നടക്കുന്നത്. ടെസ്റ്റിങ്ങിലാണെങ്കിൽ ഫീഡ് ഫോർവേഡ് ഫേസ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇൻപുട്ട് ടു ഔട്ട്പുട്ട് ഉള്ള ആ ട്രാൻസ്ഫർ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ ടെസ്റ്റിങ്ങിൽ. ഹിഡൻ ലെയേഴ്സ് ഒന്നിൽ കൂടുതൽ ഉണ്ടാകാം, എങ്കിലും ഒരെണ്ണം തന്നെ നമുക്ക് സഫീഷ്യന്റ് ആണ്. ഇവിടുത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. വളരെ പതുക്കെ ട്രെയിനിങ് നടക്കാറുള്ളൂ. പക്ഷേ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് ക്വിക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഇതിന്റെ ആർക്കിടെക്ചർ നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് ആണ്. ഇതിൽ ഇൻപുട്ട് ലെയർ ഉണ്ട്, ഹിഡൻ ലെയർ ഉണ്ട്, ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. അതുപോലെ തന്നെ ഹിഡൻ ലെയറിലെയും ഔട്ട്പുട്ട് ലെയറിന്റെയും ന്യൂറോൺസിന് ബയാസ് കൂടെ വരുന്നുണ്ട്. ഫോർവേഡ് ഫേസിലാണെങ്കിൽ ഇൻഫർമേഷൻ ഇൻപുട്ട് ലെയറിൽ നിന്നും ഹിഡൻ ലെയറിലോട്ടും ഹിഡൻ ലെയറിൽ നിന്നും ഔട്ട്പുട്ട് ലെയറിലോട്ടുമാണ് പോകുന്നത്. ബാക്ക് പ്രൊപ്പഗേഷൻ ഫേസിലാണെങ്കിൽ എറർ സിഗ്നൽ റിവേഴ്സ് ഡയറക്ഷനിലാണ് വരുന്നത്. ഔട്ട്പുട്ടിൽ നിന്നും ഹിഡനിലോട്ടാണ് വരുന്നത്. ഇവിടെ ഔട്ട്പുട്ട്സ് ബൈനറിയോ ബൈപോളാറോ വരാം. ആക്ടിവേഷൻ ഫംഗ്ഷൻ മോണോട്ടോണിക്കോ ഡിഫറൻഷ്യബിളോ തന്നെ ആയിരിക്കണം. ഇവിടെ വെയിറ്റ് അപ്ഡേഷൻ ഇൻക്രിമെന്റൽ ആയിട്ടാണ് നടക്കുന്നത്. ഓരോ ട്രെയിനിങ് പാറ്റേൺ കഴിഞ്ഞിട്ട് വെയിറ്റ് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ബാച്ച് മോഡിലും നമുക്ക് അപ്ഡേഷൻ നടത്താം. ബാച്ച് മോഡിൽ അപ്ഡേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജ് ആവശ്യമായിട്ട് വരുന്നു. കാരണം ഒരു ബാച്ച് ട്രെയിനിങ് സെറ്റ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനും എറർ സർഫസും ഡിറ്റർമിനിസ്റ്റിക് ആണ് എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ അൽഗോരിതം കൺവേർജ് ചെയ്യും. നമുക്ക് ട്രെയിനിങ് അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ വെയിറ്റും ബയാസും ഒരു ചെറിയ റാൻഡം വാല്യൂ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യും. എന്നിട്ട് അടുത്ത് വരുന്നത് ഫീഡ് ഫോർവേഡ് ഫേസ് ആണ്. ഇവിടെ നമ്മളുടെ ഇൻപുട്ട് ലെയറിൽ നിന്നും വരുന്ന വാല്യൂവും വെയിറ്റും യൂസ് ചെയ്തുകൊണ്ട് ഹിഡൻ ലെയറിന്റെ
നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. ഈ കിട്ടിയ ഔട്ട്പുട്ട് നമ്മൾ ഔട്ട്പുട്ട് ലെയറിലോട്ട് കൊടുക്കും. ഔട്ട്പുട്ട് ലെയറിലോട്ട് ഉള്ള വെയിറ്റും ഈ ഹിഡൻ ലെയറിൽ നിന്നും വരുന്ന ഔട്ട്പുട്ടും യൂസ് ചെയ്ത് നെറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലെയറിന്റെ നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ടും ടാർഗറ്റ് ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് ടാർഗറ്റ് ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട് കാണും. ഈ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ എറർ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ കിട്ടിയ എറർ ഹിഡൻ ലെയറിലോട്ട് പാസ് ചെയ്യും. ഹിഡൻ ലെയറിലോട്ട് നമ്മൾ പാസ് ചെയ്യുന്നത് ആ എറർ ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യില്ല, പകരം എറർ ഇൻറ്റു ആക്ച്വൽ ഔട്ട്പുട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂ ആണ് ഹിഡൻ ലെയറിലോട്ട് അടുത്ത സ്റ്റേജിലത്തേക്കുള്ള ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റും അപ്ഡേറ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ കിട്ടിയ എറർ വാല്യൂവും എറർ സിഗ്നലും പുതിയ വെയിറ്റും യൂസ് ചെയ്താണ് നെറ്റ് ഇൻപുട്ടും ആക്ടിവേഷനും അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഔട്ട്പുട്ട് ലെയറിന്റെ പ്രോസസ്സ് നടക്കും. നമ്മുടെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എത്തുന്നത് വരെ ഈ രണ്ട് സ്റ്റെപ്പും ഹിഡൻ ലെയറിലെ പ്രോസസ്സും ഔട്ട്പുട്ട് ലെയറിലെ പ്രോസസ്സും കണ്ടിന്യൂസ് നടന്നുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ എറർ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കുറഞ്ഞു വരണം, അല്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്ന മാക്സിമം എപ്പോക്ക് എത്തണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എത്തുന്നത് വരെ ഹിഡൻ ലെയറിന്റെയും ഔട്ട്പുട്ട് ലെയറിന്റെയും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ട്രെയിനിങ് അൽഗോരിതം എന്ന് പറയുന്നത്. അടുത്ത ടെസ്റ്റിംഗ് അൽഗോരിതം ആണ്. ഇവിടെ നമ്മൾ ഒരു ടെസ്റ്റ് ഇൻപുട്ട് പാറ്റേൺ നെറ്റ്വർക്കിന് കൊടുക്കും, എന്നിട്ട് ഫീഡ് ഫോർവേഡ് ഫേസ് ചെയ്യും. ഇവിടെ വെയിറ്റ് അപ്ഡേഷൻ നടക്കുന്നില്ല. ഫീഡ് ഫോർവേഡ് ഫേസിൽ നടക്കുന്നത് ഹിഡൻ ലെയറിന്റെ നെറ്റ് ഇൻപുട്ടും ആക്ടിവേഷൻ ഫംഗ്ഷനും ഹിഡൻ ലെയറിന്റെ നെറ്റ് ഇൻപുട്ട് കാണും, എന്നിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഔട്ട്പുട്ട് ലെയറിന് കൊടുക്കും. ഔട്ട്പുട്ട് ലെയറിന് കൊടുത്ത ഔട്ട്പുട്ട് ലെയർ ഒരു നെറ്റ് ഇൻപുട്ട് കാണും, എന്നിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ടും ടാർഗറ്റ് ഔട്ട്പുട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഇത്രയുമാണ് നമ്മുടെ ടെസ്റ്റിംഗിൽ നടക്കുന്നത്. ഇത്രയുമാണ് ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതത്തിൽ വരുന്നത്.